സുപ്രീം കോടതിയിൽ ഒരു മലയാളി കന്യാസ്ത്രീയുണ്ട്. പേര് സിസ്റ്റർ ജെസ്സി കുര്യൻ. കോടതികളിൽ വിരളമായ സിസ്റ്റർ വക്കീൽ. ഹൈദരാബാദിലെ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ആൻസ് പ്രൊവിഡൻസിലെ അംഗവും കണ്ണൂർ സ്വദേശിയുമാണ്. സിസ്റ്റർ ജെസ്സി 19 വർഷമായി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. നേരത്തെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ദേശീയ കമ്മീഷനിൽ അംഗമായിരുന്നു. ഹൈദരാബാദിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രിൻസിപ്പലായിരുന്ന സിസ്റ്റർ ജെസ്സി ബാംഗ്ലൂർ സർവകലാശാലയിൽ നിന്ന് 2005 നിയമബിരുദം നേടിയത്. കോടതി ജീവനക്കാർക്കിടയിൽ ജെൻഡർ ബോധവൽക്കരണ ക്ലാസുകൾക്കും നേതൃത്വം നൽകി വരുന്നു. ഒട്ടേറെ പുസ്തകങ്ങളും ലേഖനങ്ങളും സിസ്റ്റർ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പേര് ശ്രദ്ധേയമാകുന്നത് മറ്റൊരു കാരണത്താലാണ്. ഈ 16-ാം തീയതി നടക്കുന്ന സുപ്രീം കോടതി ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെന്ന് വ്യക്തമാക്കി ജെസ്സി കുര്യൻ അഭിഭാഷക സുഹൃത്തുക്കളുടെ പിന്തുണ തേടിയിരുന്നു. സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ആൻസ് പ്രൊവിഡൻസിൻ്റെ അനുമതി കാത്തിരുന്ന അവർക്ക് പക്ഷേ നിരാശപ്പെടേണ്ടി വന്നു. കാനൂനിക നിയമപ്രകാരം അഭിഭാഷക സംഘടനകളിൽ മത്സരിക്കുന്നതിന് വിലക്കില്ലെങ്കിലും അതിനോട് യോജിക്കുന്നില്ലെന്ന മറുപടി ഹൈദരാബാദിൽ നിന്നും വന്നതോടെ സിസ്റ്റർ ജെസ്സി കുര്യൻ മത്സരിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തേക്കായിരുന്നു നോമിനേഷൻ നൽകിയത്. കഴിഞ്ഞ ദിവസം തൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുകൊണ്ട് ബാർ അസോസിയേഷൻ അംഗങ്ങൾക്ക് കത്തയച്ചു. കഴിഞ്ഞൊരു മാസമായി ജെസ്സി കുര്യൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നു. എക്സിക്യൂട്ടീവ് അംഗമായി മത്സരിക്കുന്നതിന് അനുമതി തേടിക്കൊണ്ട് ഈ മാസം 2-ാം തീയതിയായിരുന്നു വത്തിക്കാനിലെ കോൺഗ്രിഗേഷൻ ആസ്ഥാനത്തേക്ക് ജെസ്സി കുര്യൻ കത്തയച്ചത്. 5-ാം തീയതി അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള മദർ ജനറലിൻ്റെ വാട്സാപ്പ് സന്ദേശം ലഭിച്ചു. മറ്റു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ അതിൽ വ്യക്തമാക്കിയിട്ടില്ല. എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന പദവിയല്ല അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം. എന്നിട്ടും അനുമതി നിഷേധിച്ചതിൻ്റെ കാരണമെന്തെന്നറിയില്ല. 2008 ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗമായിരുന്നു സിസ്റ്റർ. ആ പദവിയിലെത്തിയ ആദ്യ കന്യാസ്ത്രീയായിരുന്നു ജെസ്സി കുര്യൻ. ജില്ലാ ജഡ്ജിയുടെ പദവിക്ക് തുല്യമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം. ഈ പദവി ഏറ്റെടുക്കുന്നതിന് അനുമതി നൽകിയ കോൺഗ്രിഗേഷനാണ് ഇപ്പോൾ തൊഴിലിൻ്റെ ഭാഗമായ പ്രൊഫഷണൽ ബോഡിയിലേക്ക് മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. കൊച്ചിയിലെ പരിപാടിക്ക് പ്രധാനമന്ത്രി മോദിക്കൊപ്പം വേദിയിലിരിക്കാൻ ക്ഷണം വന്നിരുന്നു. അതിന് അനുമതി ചോദിച്ചപ്പോൾ സഭ അനുമതി നൽകിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു. ഈ 2 കാര്യങ്ങൾക്കും സഭ അനുമതി നൽകിയില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ പങ്കെടുക്കുക സഭാരീതി അല്ലെന്നാണ് അന്ന് അറിയിച്ചത്. ബാർ അസോസിയേഷൻ ഏതോ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാവാം അനുമതി നൽകാത്തതെന്നാണ് ജെസ്സി കുര്യൻ പറയുന്നത്.